ചെറിയമുണ്ടം ഗവൺമെൻറ് ITIയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്കൻഡ് ഇയർ ഇലക്ട്രീഷ്യൻ ട്രെയിനീസിനുള്ള ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ, അതുപോലെ ഡിസ്ക്രീറ്റ് സർക്യൂട്ടുകൾ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ, റെസിസ്റ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡുകൾ തുടങ്ങിയിട്ടുള്ള പാസീവ് ആക്റ്റീവ് കമ്പോണൻറ്റുകളെ ഒരു സിംഗിൾ ചിപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള സർക്യൂട്ടുകളെ പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ICs. അതുപോലെ ഡിസ്ക്രീറ്റ് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് കമ്പോണൻറ്റുകളെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റർകണക്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വയേഴ്സ് ഉപയോഗിച്ചോ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളെ പറയുന്ന പേരാണ് ഡിസ്ക്രീറ്റ് സർക്യൂട്ടുകൾ. നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ പാഠഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ ICs ഉപയോഗിച്ച് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ എങ്ങനെ നിർമ്മിക്കാമെന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് കടക്കാം. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ICs എന്ന് വെച്ചാൽ ചെറിയ ചിപ്പുകളാണ്. അവയ്ക്ക് ആംപ്ലിഫയർ, ഓസിലേറ്റർ, ടൈമർ, മൈക്രോ പ്രൊസസർ, കമ്പ്യൂട്ടർ മെമ്മറീസ് എന്നിവയുടെ ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും. സിലിക്കൺ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്മോൾ വേഫേഴ്സ് ആണ് ICs. ഒരു സിംഗിൾ ചിപ്പിൽ ആയിരക്കണക്കിന് ട്രാൻസിസ്റ്റേഴ്സ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് എന്നിവ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ICsൻ്റെ പിക്ചേഴ്സാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ടൈപ്സ് ഓഫ് സർക്യൂട്ടറി രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അനലോഗ് ICs. അനലോഗ് ICs എന്ന് വെച്ചാൽ അനലോഗ് സിഗ്നൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ICs ആണ്. എക്സാമ്പിൾസ്: ആംപ്ലിഫയർ ICs, വോൾട്ടേജ് റെഗുലേറ്റർ ICs, എക്സെട്ര. ഇനി ഡിജിറ്റൽ ICs, ഡിജിറ്റൽ സിഗ്നലുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ICകളാണ്. എക്സാമ്പിൾ: ഡിജിറ്റൽ ഗേറ്റ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, എക്സെട്ര. ഇനി ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ട്രാൻസിസ്റ്റർ ബിൽറ്റ് ഇൻ ടു ICs, ഒരു ICയിൽ എത്ര ട്രാൻസിസ്റ്റേഴ്സ് ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ICsനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ SSI. സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷനിൽ 1 മുതൽ 10 വരെ ട്രാൻസിസ്റ്റേഴ്സ് ഒരു സിംഗിൾ ചിപ്പിൽ ഉണ്ടാവും. ഇനി മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ MSI. അതിൽ 10 മുതൽ 100 വരെ ട്രാൻസിസ്റ്റേഴ്സ് ഉൾക്കൊണ്ടിരിക്കും. ഇനി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ LSI. 100 മുതൽ 1000 വരെ ട്രാൻസിസ്റ്റേഴ്സ് ഒരു ചിപ്പിൽ ഉണ്ടാവും. ഇനി വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ VLSI. 1000-ന് മുകളിൽ ട്രാൻസിസ്റ്റേഴ്സ് ഒരു സിംഗിൾ ചിപ്പിൽ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ്ഡ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരം ICsന് പറയുന്ന പേരാണ് ബൈപോളാർ ICs. BJTs ആവും അതിൽ യൂസ് ചെയ്യുക. ഇറ്റ് ക്യാരീസ് ബോത്ത് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കറണ്ട്. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ MOS ICs, അവയിൽ ഇലക്ട്രോണോ അല്ലെങ്കിൽ ഹോൾ കറണ്ടോ മാത്രമേ അതിൽ ക്യാരി ചെയ്യുള്ളൂ. ഇനി കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ CMOS, അവയിലും ഈ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ പോലെ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾ കറണ്ട് മാത്രമേ ക്യാരി ചെയ്യൂ. ICs are available in different packages and shapes. ICകൾ ഡിഫറെൻ്റ് പാക്കേജുകൾ അതുപോലെ ഡിഫറെൻ്റ് ഷേപ്സിൽ അവൈലബിൾ ആണ്. ദി യൂഷ്വൽ പാക്കേജസ് ആർ ഡ്യുവൽ ഇൻ ദി പാക്കേജസ് DIP. ഈ DIP ICs ആണ് ഈ ഒരു ഫിഗറിൽ കാണുന്നത്. ഇനി സിംഗിൾ ഇൻ ലൈൻ പാക്കേജ്
SIP ICs ആണ് ഈ ഫിഗറിൽ കാണുന്നത്. മെറ്റൽ ക്യാൻ പാക്കേജ് ഉള്ള IC ആണ് ഈ ഒരു ഫിഗറിൽ കാണുന്നത്. ICs handling power more than 1 watts are provided with heat sink. 1 വാട്ട്സിന് മുകളിൽ പവർ റേറ്റിംഗ് ഉള്ള ICസിൽ അതിൻ്റെ ഹീറ്റ് ഡിസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹീറ്റ് സിങ്കുകൾ പ്രൊവൈഡ് ചെയ്യണം. ഹീറ്റ് സിങ്കിൻ്റെ ഫിഗറാണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ICs ഓവർ ഡിസ്ക്രീറ്റ് സർക്യൂട്ട്സ്. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ അഡ്വാൻറ്റേജ് ഓർ ഡിസ്ക്രീറ്റ് സർക്യൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഓൾ ഇൻ എ സിംഗിൾ ചിപ്പ്, ഒരു ചിപ്പിൽ എല്ലാ കമ്പോണൻസും അടങ്ങിയിരിക്കും. ഡിസ്ക്രീറ്റ് ആണെങ്കിലോ ഡിഫറെൻ്റ് കമ്പോണൻസ് ആയിരിക്കും, എല്ലാം സെപ്പറേറ്റ് കമ്പോണൻസ് ആയിരിക്കും. ഇനി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് സ്മോളർ സൈസ് ആയിരിക്കും, ലെസ് സ്പേസ് മതിയാവും. പക്ഷേ ഡിസ്ക്രീറ്റ് സർക്യൂട്ടുകൾ require more space than integrated circuits. Integrated സർക്യൂട്ടുകൾ ചീപ്പായിരിക്കും ഡ്യൂ ടു മാസ് മാനുഫാക്ചർ. ഡിസ്ക്രീറ്റ് സർക്യൂട്ടുകൾ കോസ്റ്റ്ലി ആയിരിക്കും ഡ്യൂ ടു ഇൻഡിവിജ്വൽ കമ്പോണൻസ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ റിലയബിൾ ആയിരിക്കും, കാരണം അവയുടെ യൂസ് സ്പെസിഫിക് ആയിരിക്കും. ഡിസ്ക്രീറ്റ് സർക്യൂട്ടുകൾ ലെസ് റിലയബിൾ ആയിരിക്കും. ഇനി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഈസി ഫോർ സർവീസിങ് ആൻഡ് റിപ്പയർ ആയിരിക്കും, കാരണം ഒരു IC കംപ്ലൈൻറ്റ് ആയാൽ അത് റീപ്ലേസ് ചെയ്താൽ മതിയാവും. ഇനി ഡിസ്ക്രീറ്റ് സർക്യൂട്ടുകളാണെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും സർവീസിങ് അതുപോലെ റിപ്പയർ. ഇനി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ ഡിസഡ്വാൻറ്റേജസ് ആസ് കമ്പയർ ടു ഡിസ്ക്രീറ്റ് സർക്യൂട്ട്. ഡിഫറെൻ്റ് ആപ്ലിക്കേഷന് ഡിഫറെൻ്റ് ICs വേണ്ടിവരും, കാരണം ഓരോ ICയും സ്പെസിഫിക് യൂസിന് വേണ്ടി നിർമ്മിക്കുന്നതാണ്. ഇനി ഡിസ്ക്രീറ്റ് കമ്പോണൻസിന് ഡിവൈസുകൾ നമുക്ക് ഏതൊരു സർക്യൂട്ടിലും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ICയുടെ ഏതെങ്കിലും ഒരു പാർട്ട് ഡിഫക്റ്റ് ആയാൽ എൻ്റയർ IC റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇനി ഡിസ്ക്രീറ്റ് സർക്യൂട്ട് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഡിഫക്റ്റ് ആയാൽ അത് മാത്രം റീപ്ലേസ് ചെയ്താൽ മതിയാവും. വോൾട്ടേജ് റെഗുലേറ്റർ ICകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ICs ആൻഡ് അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ICs. ആദ്യത്തേത് അതിൻ്റെ ഔട്ട്പുട്ട് ഫിക്സഡ് ആയിരിക്കും. രണ്ടാമത്തേതിൽ നമുക്ക് ഔട്ട്പുട്ട് വേരി ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ICs അവയ്ക്ക് 3 പിന്നുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫിക്സഡ്, റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് അവ പ്രൊവൈഡ് ചെയ്യും. ഇത്തരം ICസിനെ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് 2 സ്മോൾ വാല്യൂ കപ്പാസിറ്റേഴ്സ് മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. ഫിൽട്ടർ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫിക്സഡ് വോൾട്ടേജ് 3 ടെർമിനൽ റെഗുലേറ്റേഴ്സ് ഡിഫറെൻ്റ് മാനുഫാക്ചേഴ്സിൻ്റേത് അവൈലബിൾ ആണ്. ഡിഫറെൻ്റ് ഔട്ട്പുട്ട് വോൾട്ടേജുകളിൽ അവൈലബിൾ ആണ്. 5 വോൾട്ട്, 9 വോൾട്ട്, 12 വോൾട്ട്, 24 വോൾട്ട് എന്നീ വോൾട്ടേജുകളിൽ അവ അവൈലബിൾ ആണ്. കറണ്ട് റേറ്റിംഗ് അതുപോലെ 100 മില്ലി ആംപിയർ മുതൽ 3 ആംപിയർ വരെ റേറ്റിംഗ് ഉള്ള ICs അവൈലബിൾ ആണ്. പോപ്പുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ ICs ആണ് LM സീരീസ് ICs. എക്സാമ്പിൾ LM320-5, LM320-24 എക്സെട്ര. അതുപോലെ 78, അതുപോലെ 79 സീരീസ് ICs. എക്സാമ്പിൾ 7805, 7812, 7912 എക്സെട്ര. ഈ വോൾട്ടേജ് റെഗുലേറ്റർ ICസിൻ്റെ നമ്പർ കണ്ടാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്, അതുപോലെ റേറ്റഡ് മാക്സിമം ലോഡ് കറണ്ട് എത്രയാണെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. 78 അതുപോലെ 79 സീരീസ് ICകൾ 3 ടെർമിനൽ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ്.
7-8 സീരീസ് പോസിറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ്. അവയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും. 7-9 സീരീസ് നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അവയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. ഇവയുടെ നമ്പറിൽ 7-8 കഴിഞ്ഞിട്ട് 2 അക്കം കൂടെ ഉണ്ടാവും. ആ അവസാനത്തെ 2 അക്കം സൂചിപ്പിക്കുന്നത് റേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഉദാഹരണത്തിന് 7805 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ട് ആയിരിക്കും. ഇനി ചില ഐസീസിൽ ഈ സീരീസ് നമ്പറിൻ്റെയും വോൾട്ടേജിനെ സൂചിപ്പിക്കുന്ന നമ്പറിൻ്റെയും ഇടയിൽ ചില ആൽഫബറ്റ്സ് കാണാം. എക്സാമ്പിൾ 78L XX എന്ന് വെച്ചാൽ വോൾട്ടേജിനെ സൂചിപ്പിക്കുന്നു. ഈ L മാക്സിമം ലോഡ് കറണ്ടിനെ സൂചിപ്പിക്കുന്നു. L ആണെങ്കിൽ മാക്സിമം ലോഡ് കറണ്ട് 100 മില്ലി ആംപിയർ ആയിരിക്കും. ഇനി 78MXX ആണെങ്കിൽ M 500 മില്ലി ആംപിയർ ലോഡ് കറണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അവയ്ക്കിടയിൽ ആൽഫബറ്റ് ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ റേറ്റഡ് മാക്സിമം ലോഡ് കറണ്ട് 1 ആംപിയർ ആയിരിക്കും. നമ്മളൊരു 7805 വോൾട്ടേജ് റെഗുലേറ്റർ IC എങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ട് എന്ന് നോക്കാം. അപ്പോൾ അതിൽ 3 ടെർമിനൽസ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് ടെർമിനൽ ഇൻപുട്ട് ടെർമിനലാണ്. സെക്കൻഡ് ടെർമിനൽ ഗ്രൗണ്ട് ആണ്, അതായത് കോമൺ ആണ്. തേർഡ് ടെർമിനൽ ഔട്ട്പുട്ട് ടെർമിനലാണ്. ഈ രൂപത്തിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് 2 ടെർമിനലിലേക്ക് ഇൻപുട്ട് കൊടുക്കും. അവയ്ക്കിടയിൽ ഫിൽറ്ററിംഗ് പർപ്പസിന് വേണ്ടി ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യും. അതുപോലെ രണ്ടാമത്തെ ടെർമിനൽ മൂന്നാമത്തെ ടെർമിനൽ നമ്മൾ ഔട്ട്പുട്ട് ടെർമിനലായിട്ട് യൂസ് ചെയ്യും. അവയ്ക്കിടയിൽ ഫിൽറ്ററിംഗ് പർപ്പസിന് വേണ്ടി കപ്പാസിറ്റർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 35 വോൾട്ട് മുതൽ 6 വോൾട്ട് വരെയുള്ള DC ഇൻപുട്ട് ഈ 7805 ICയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ടേജ് ആണ് ലഭിക്കുന്നത്. ഇതാണ് 78 സീരീസിലുള്ള വോൾട്ടേജ് റെഗുലേറ്റർ ICs. ഇനി 79 സീരീസ് ആണെങ്കിൽ ഈ ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. മറ്റൊരു ടൈപ്പ് വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ് LM സീരീസ് IC. LM320 ആണെങ്കിൽ അത് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. LM340 ആണെങ്കിൽ അത് പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. LM320 എക്സാമ്പിൾ LM320-5 ഫിക്സ്ഡ് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് -5 വോൾട്ട് ആയിരിക്കും. ഇനി LM340-15 ഫിക്സ്ഡ് പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് 15 വോൾട്ട് ആയിരിക്കും. അപ്പോൾ LM320 എന്ന് വെച്ചാൽ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. LM340 എന്ന് വെച്ചാൽ ഫിക്സ്ഡ് പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. 4 ടെർമിനൽ റെഗുലേറ്റേഴ്സ്. 4 ടെർമിനൽ റെഗുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ്. അവയും പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് ഔട്ട്പുട്ടിലുള്ള റെഗുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. അവയ്ക്കൊരു ഇൻറ്റേർണൽ റെഫറൻസ് വോൾട്ടേജ് ഉണ്ടാവും. അതുപോലെ തെർമൽ ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട് എന്നിവയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിൽ ഇൻറ്റേർണൽ പ്രൊട്ടക്റ്റീവ് സർക്യൂട്ടുകൾ ഉണ്ടാവും. എക്സാമ്പിൾസ് MA78G, MA78MG, MA79G, MA79MG. ഈ 4 ടെർമിനലിൽ ഫസ്റ്റ് ടെർമിനൽ കോമൺ ടെർമിനലാണ്. സെക്കൻഡ് ടെർമിനൽ കൺട്രോൾ ടെർമിനലാണ്. തേർഡ് ടെർമിനൽ ഔട്ട്പുട്ട് ടെർമിനൽ. ഫോർത്ത് ടെർമിനൽ ഇൻപുട്ട് ടെർമിനൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഫിഗർ. ഒരു 4 ടെർമിനൽ വോൾട്ടേജ് റെഗുലേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഇതിലൊരു പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്രസൻറ്റേഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ 2 തരത്തിലുണ്ട്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ അതുപോലെ ഡിസ്ക്രീറ്റ് സർക്യൂട്ടുകൾ. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് അതും 2 തരത്തിലുണ്ട്. ഫിക്സ്ഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്
ആൻഡ് വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്. അപ്പോൾ വ്യത്യസ്ത സീരീസിലുള്ള ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് അതുപോലെ വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.